ഞാൻ പറയുകയാണ്, ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഒരു ദിവസം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുവാണെങ്കിൽ യു ക്യാൻ ചേഞ്ച് യുവർ മൈൻഡ്, യുവർ ബോഡി ആൻഡ് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് സ്ട്രെസ്ഫുള്ളായി ഫീൽ ചെയ്യുന്നുണ്ടോ? ഗോൾസിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇറ്റ്സ് ഓക്കെ. ഈ വീഡിയോയിൽ ഒരു കുറച്ച് നേരം എൻ്റെ കൂടെ നിന്നാൽ ഐ വിൽ ഷോ ദ ചേഞ്ച്. ഇൻ ദിസ് വീഡിയോ ഞാനൊരു ഗൈഡഡ് മെഡിറ്റേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കുറച്ച് നേരം എൻ്റെ കൂടെ നിന്നാൽ മതി. ഇത് നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഫോക്കസ്, കാംനെസ് ആൻഡ് ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് ആക്ച്വലി വി ആർ ഡൂയിങ് നത്തിങ്. നമ്മുടെ ലൈഫ് ഭയങ്കര രീതിയിൽ ബിസി ആയിരിക്കാം, ഒരുപാട് ചിന്തകൾ വരുന്നുണ്ടാവാം, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം. ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ചിന്തകളുടെ മുകളിലൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് വരുന്ന സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഒരു ഇമോഷണൽ കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഒരു ഇന്നർ പീസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി, ഇവഞ്ച്വലി ഒരു നല്ലൊരു ജീവിതം, ഒരു ബെറ്റർ ലൈഫ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ സ്ട്രെസ്ഫുള്ളായ എക്സാമുകൾ വരുന്ന ടൈമിലും സ്റ്റഡി ലീവിലൊക്കെ ചെയ്തിരുന്ന ഒരു സംഭവമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ടൈം എല്ലാവർക്കും അറിയാം, നമുക്ക് ഭയങ്കര രീതിയിൽ സ്ട്രെസ്സും ഒരുപാട് ഓവർ തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നൊരു സമയമാണ്. അപ്പോൾ ആ ഒരു ചിന്തകൾ നമുക്ക് കുറച്ചെങ്കിലും നമ്മുടെ കയ്യിൽ ഒതുക്കണം എന്നുണ്ടെങ്കിൽ, ആ ഒരു നെഗറ്റീവ് തോട്ട്സിനെ നമുക്കൊന്ന് കുറച്ച് നമ്മുടെ ലൈഫ് ഒന്നുകൂടി നമുക്ക് ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്ത് ഒന്ന് പീസ്ഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ, യെസ്, മെഡിറ്റേഷൻ വിൽ റിയലി ഹെൽപ്പ്. ഞാൻ ഗൈഡ് ചെയ്യാം. ആൾ യു ഹാവ് ടു ഡു ഈസ്, ഞാൻ പറയുന്ന പോലെ ചെയ്യാം. ഇത് ഏറ്റവും നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ വേണ്ടി ജസ്റ്റ് എവിടെയെങ്കിലും കംഫർട്ടബിൾ ആയൊരു സ്ഥലത്ത് ഇരിക്കുക, അല്ലെങ്കിൽ കിടക്കുക കേട്ടോ. ദിസ് ഈസ് ഫോർ യുവർ ഓൺ റിലാക്സേഷൻ, പ്ലീസ് ഡു സോ. ഞാൻ നിങ്ങളോട് സ്പെസിഫിക്കലി എന്തെങ്കിലും ബ്രീത്തിങ് ചെയ്യാൻ പറയുകയാണെങ്കിൽ മാത്രം ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം നിങ്ങളുടെ നോർമൽ ബ്രീത്തിങ്ങിൽ തന്നെ തുടരുക. നൗ നിങ്ങളെവിടെയെങ്കിലും ഇരിക്കുകയോ കിടക്കുകയോ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ദിസ് ഈസ് ഫോർ യുവർ റിലാക്സേഷൻ. പതുക്കെ ഉള്ളിലേക്കൊരു ഡീപ്പ് ശ്വാസം എടുക്കുക. കണ്ണുകൾ പതുക്കെ അടച്ചോളൂ. ഇനി ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക. ശ്വാസം എടുക്കുമ്പോൾ കഴിയുന്നവർ മൂക്കിലൂടെ എടുത്ത് വായിലൂടെ പുറത്തേക്ക് വിടുക. വായിലൂടെ വിടുമ്പോൾ ഒരു സ്ട്രോയിലൂടെ ഊതുന്നത് പോലെ ഒരു നാരോ ഗ്യാപ്പിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വിടുക. ഞാൻ ഇങ്ങനെ ബ്രീത്തിങ് ചെയ്യണം എന്ന് അഡ്വൈസ് ചെയ്യുമ്പോൾ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അല്ലാത്ത ടൈമൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോർമൽ രീതിയിൽ എങ്ങനെയാണോ നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്നത് അതുപോലെ തന്നെ ബ്രീത്ത് ചെയ്യാം. നൗ ഐ വാണ്ട് യു ടു ഫോക്കസ് ഓൺ യുവർ ബ്രെത്ത്. ഡീപ്പായിട്ടുള്ളൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ഓരോ തവണയും ശ്വാസം എടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നൊന്ന് ഫോക്കസ് ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ വയറ് ഒന്ന് ഉള്ളിലേക്ക് വരുന്നതായിട്ട് കാണാം. അതുപോലെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ, എക്സൈൽ ചെയ്യുമ്പോൾ വയറ് വീണ്ടും പഴയ രീതിയിലേക്ക് പോകുന്നു. ജസ്റ്റ് ഫോക്കസ് ഓൺ ദാറ്റ്. ആ ഒരു മൂമെൻറ്റ്, നിങ്ങളുടെ വയറുള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും, നമ്മൾ ശ്വാസം എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും സംഭവിക്കുന്നത് ഒന്ന് ഫോക്കസ് ചെയ്യുക. For 3 breaths. Inhale, exhale. Inhale, exhale. Inhale, exhale. ഇതിനിടയിൽ നമുക്ക് ഒരുപാട് ചിന്തകൾ വരുന്നുണ്ടാവും. യു ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ്, ജസ്റ്റ് റിലാക്സ്.
ആ വരുന്ന ഓരോ ചിന്തകളെയും പുറത്തു നിന്ന് ഒരു തേർഡ് ഐ വ്യൂവിലൂടെ ഒന്ന് വീക്ഷിച്ചാൽ മതി. യു വിൽ സീ ഓരോ ചിന്തകളും വരികയും അതുപോലെ തന്നെ പോവുകയും ചെയ്യും. അത് നെഗറ്റീവ് തോട്ട്സുകളായിക്കോട്ടെ, സ്ട്രെസ്ഫുള്ളായ ചിന്തകളായിരിക്കോട്ടെ, ഓവർ തിങ്കിങ് ആയിക്കോട്ടെ, ആങ്സൈറ്റി ആയിക്കോട്ടെ, എല്ലാം. ആൾ വി നീഡ് ഈസ് ടു ജസ്റ്റ് ലുക്ക് അറ്റ് ദം. ഒന്ന് അവെയർ ആയിരിക്കുക എന്തൊക്കെ ചിന്തകളാണ് ഉള്ളിലേക്ക് വരുന്നതെന്ന്. അതിൻ്റെ മുകളിൽ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലുക്ക് അറ്റ് ദം ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അതെന്ത് ചിന്തയായാലും ഈ ഒരു സമയം നമ്മൾ റിലാക്സ് ചെയ്യാണ്, ഞാൻ റിലാക്സ് ചെയ്യാണ്, ഈ ഒരു തോട്ട്സിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. നൗ ഇനി നിങ്ങളുടെ അവെയർനെസ് നിങ്ങളുടെ ബോഡിയിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ ഇപ്പോൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അത് ഫോക്കസ് ചെയ്യുക. ഇറ്റ് മേ ബി ടച്ചിങ് ദ ഗ്രൗണ്ട്, നിലത്ത് തട്ടിയിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഷൂവിൻ്റെയോ ചെരുപ്പിൻ്റെയോ ഉള്ളിലായിരിക്കും. വാട്ട് എവർ ദ സർഫസ് ഈസ്, ജസ്റ്റ് ഫോക്കസ് ഓൺ ദാറ്റ്. ജസ്റ്റ് ഫോക്കസ് ഓൺ ദ ഫീലിംഗ് ഓൺ ദ. ഇനി ആ ഒരു ഫോക്കസ് നമ്മൾ പതുക്കെ മുകളിലേക്ക് കൊണ്ടുവരികയാണ്. ഫ്രം യുവർ നിങ്ങളുടെ കാൽപാദങ്ങളിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് വന്ന് നിങ്ങളുടെ കാഫുകൾ, ദെൻ യുവർ തൈസ്, ദെൻ യുവർ സ്റ്റൊമക്ക്, ദെൻ യുവർ ചെസ്റ്റ്, ദെൻ യുവർ ബാക്ക്, ദെൻ യുവർ ആംസ്, ദെൻ യുവർ ഹെഡ്, എവറിത്തിങ്. ഇപ്പോൾ നിങ്ങളൊരു സ്പോട്ട് ലൈറ്റിൻ്റെ അടിയിലാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ബോഡി മൊത്തം ആ സ്പോട്ട് ലൈറ്റിൻ്റെ ഉള്ളിൽ ജ്വലിച്ച് നിൽക്കുകയാണ്. യു ആർ ഫീലിംഗ് എവറി പാർട്ട് ഓഫ് യുവർ ബോഡി നൗ. ഇനി പതുക്കെ നിങ്ങളുടെ കൈകളൊന്ന് അനക്കുക. ഓക്കെ, ദെൻ നിങ്ങളുടെ കാലുകളൊന്ന് ചെറുതായിട്ട് അനക്കുക. ഇനി നിങ്ങളുടെ അപ്പർ ബോഡി ഒന്ന് ചെറുതായി അനക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്ക് ടോട്ടൽ കൺട്രോൾ ഉണ്ട്. ഏതൊരു ഭാഗം മൂവ് ചെയ്യണം എന്നാണോ ചിന്തിക്കുന്നത് ആ ഒരു ഭാഗം മൂവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഏതൊരു ഭാഗത്തേക്കാണോ നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുപോകേണ്ടത്, അറ്റൻഷൻ കൊണ്ടുപോകേണ്ടത്, അങ്ങോട്ട് നിങ്ങൾക്ക് അറ്റൻഷൻ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. സോ യു ആർ ഇൻ ടോട്ടൽ കൺട്രോൾ ഓഫ് യുവർ നെർവസ് സിസ്റ്റം. ഇനി ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഇൻഹേൽ, ദെൻ എക്സേൽ. ഇനി നിങ്ങൾ എപ്പോഴാണോ റെഡിയാകുന്നത് യു ക്യാൻ ഓപ്പൺ യുവർ ഐസ്. ഇപ്പോൾ നിങ്ങൾക്കൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നില്ലേ? നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഒരുപാട് ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു നിങ്ങളുടെ ഹെഡ്. പക്ഷെ ഇപ്പോൾ അതിലൊരു റിഡക്ഷൻ വന്നിട്ടുണ്ടാവും. ഒരു ഇന്നർ പീസ് അച്ചീവ് ചെയ്ത പോലെ തോന്നുന്നില്ലേ? ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. ഇനി നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ ഡെയിലി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ആ ഒരു മെഡിറ്റേഷൻ തുടങ്ങുന്ന ടൈം മുതൽ അവസാനം വരെ ഡെയിലി ചെയ്താൽ മതി. I hope it helps you guys. See you in the next video.